നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചിറ്റപ്പ, ഇത് നിസ്സാര കാര്യമാണോ? ഇന്ന് ഒരുത്തി ചോദിച്ചു, ഇവൾക്കൊപ്പം ആൾക്കാര് സംഘടിച്ചിരിക്കുന്ന കണ്ടില്ലേ? നാളെ പലരുടെയും നാവടക്കുന്നേക്കാ ഭേദമല്ലേ ഇന്ന് ഒരുത്തിയുടെ വാടക്കുന്നത്. ചന്ദ്രബോസിന് കൈവെക്കാനുള്ള ഇല്ല, ചീള കേസാ. എന്നാലും തീർത്തു കൊടുത്തേക്കാം. നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? ഈ റേഷൻ കടയിലെ ക്രമക്കേടിനെ കുറിച്ചാണോ? അതിന് നീ സംശയിക്കൊന്നും വേണ്ടടി. നല്ല വൃത്തിയായിട്ട് തന്നെ ക്രമക്കേട് നടക്കുന്നുണ്ട്. പാവങ്ങൾക്ക് സൗജന്യമായി കൊടുക്കേണ്ട അരിയും ആഹാര സാധനങ്ങളും ഒക്കെ ബ്ലാക്കിന് മറിച്ച് വിൽക്കുന്നുണ്ട്. അതേതൊക്കെ മില്ലിലേക്ക് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ലോറിയിൽ പോകുന്നുണ്ടെന്നുള്ളത് സംബന്ധിച്ച് ഫുൾ ഡീറ്റെയിൽസ് നിനക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ തന്നേക്കാം. പക്ഷേ നീയൊന്നും വിചാരിച്ചാലേ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് സുസ്മിതയുടെ കടയാ. ലൈസൻസി സുരേന്ദ്രനാണെന്നേ ഉള്ളൂ. എന്റെ ബിനാമിയാടി സുരേന്ദ്രൻ. ഒരു മേയറായിരുന്നിട്ടും ഞാനിതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് എങ്ങനെയാന്ന് നീ അമ്പരക്കുന്നുണ്ടാവും. അതാടി നട്ടല്ലുറപ്പെന്ന് പറയുന്നേ. ദേ ഈ നിൽക്കുന്നവരുണ്ടല്ലോ, കോമൺ മെൻ ആൻഡ് വിമൻ, സാധാരണക്കാര്, ജനാധിപത്യത്തിലെ പരമാധികാരി എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാര് പുകഴ്ത്തുന്ന കഴുതകൾ. അവരുടെ ഒന്നും വോട്ട് വാങ്ങിയിട്ടല്ലടി സുസ്മിത ജയിച്ചതും മേയറായതും. എടി, സുസ്മിത ജയിച്ചതും മേയറായതും ഒക്കെ ഇവരുടെ ഒന്നും വോട്ട് കൊണ്ടല്ലടി, കാശെറിഞ്ഞിട്ട് തന്നെയാ. നിനക്കൊക്കെ കൂടിപ്പോയാ എന്റെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിടാം. സൈബർ ബുള്ളി. അതിനുള്ള മരുന്നും സുസ്മിത കണ്ടുവച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ടാർഗറ്റിംഗ്, ഫാബ്രിക്കേറ്റഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞങ്ങ് തട്ടിവിടും. ഇനി അതുകൊണ്ടൊന്നും തീർന്നില്ലെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് ഭംഗിയായിട്ട് അങ്ങ് കരയും. അതോടെ തീർന്നു. നല്ല ഭംഗിയായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവളാ സുസ്മിത. പറയണം, ഇനി നിനക്ക് എന്താ അറിയാനുള്ളത്? പറയാൻ ഒന്നും അറിയാനില്ല സുസ്മിതേ. കളക്ടർ ആണടി, കളക്ടർ മാഡം. കളക്ടറോ? അതെ മിസ്റ്റർ ACP, കളക്ടർ തന്നെയാ. പക്ഷേ IAS എന്ന 3 അക്ഷരം തരുന്ന അധികാരത്തിലോ അലങ്കാരത്തിലോ ഒന്നും അല്ല ഞാൻ ഇയാളടുത്ത് കുറച്ച് സംശയങ്ങൾ ചോദിച്ചത്. ഇയാള് തന്നെ പറഞ്ഞതുപോലെ, സുസ്മിത പരിഹസിച്ചതുപോലെ, ഒരു കോമൺ മാൻ, ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ, പ്രജ. പാലും വെള്ളത്തി കെട്ടി ഒരാളുടെ വായടപ്പിക്കാൻ വന്നില്ലേ? ഇനി വായും പൊട്ടിന്ന് കേട്ടോ നീ.
തെളിവുകളെല്ലാം തന്നതിന് നന്ദി. പോലീസിന് അധികം മെനക്കെടേണ്ടി വരില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ വാക്ക് അതങ്ങ് പാലിച്ചേക്കണം. സർക്കാർ പാവങ്ങൾക്ക് കൊടുക്കാൻ തരുന്ന അരിയും ആഹാര സാധനങ്ങളും എവിടേക്ക് പോകുന്നു, ഏത് സമയത്ത്, ഏത് ലോറിയിൽ, എല്ലാം വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. എല്ലാം അങ്ങ് ഛർദ്ദിച്ചപ്പോഴാണ് ഞാൻ കരുതിയതാ ഏതാണ്ട് പോണി വരാനുള്ള പുറപ്പാടാന്ന്. ചിറ്റപ്പനൊന്ന് ചുമ്മാ ഇരുന്നേ. ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞ ദൈവം തമ്പുരാനൊന്നും അല്ലല്ലോ. ഇവരുടെയൊക്കെ മുകളിലിരിക്കുന്ന ചീഫ് സെക്രട്ടറി പോലും പൊളിറ്റീഷ്യന്മാർക്ക് താഴെയാ. ഇനി എന്ത് ചെയ്യാൻ പോവാ നീ? ചിറ്റപ്പൻ കണ്ടോ? മോളെ അനുപല്ലവി, യെസ് മാഡം. ഈ മാസം വരെയുള്ള കോട്ട മുഴുവൻ ഈ ഡീലർ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. യെസ് മാഡം, ക്രോസ് ചെക്ക് ചെയ്തതാ. മിസ്റ്റർ സുരേന്ദ്രൻ, കട സുസ്മിതയുടേതാണെങ്കിലും ലൈസൻസി നിങ്ങളായതുകൊണ്ട് നടപടി നിങ്ങൾക്കെതിരെയായിരിക്കും. മാഡം, ജനങ്ങൾക്ക് സൗജന്യമായും മിതമായ നിരക്കിലും നൽകാൻ സർക്കാർ തരുന്ന ഭക്ഷ്യസാധനങ്ങൾ മറിച്ചു വിറ്റ് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കൊള്ള ലാഭവും ഉണ്ടാക്കുന്നതായി ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർക്ക് നേരിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു റേഷൻ ലൈസൻസിക്ക് ഒട്ടും യോജിക്കാത്ത റൂഡ് ആൻഡ് റാഷ് ബിഹേവിയർ. ചുരുങ്ങിയ ലാഭം മാത്രമെടുത്ത് സർക്കാർ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ മാത്രം കച്ചവടം ചെയ്ത് കുടുംബം പുലർത്തുന്ന 10,000-കണക്കിന് റേഷൻ വ്യാപാരികൾക്ക് വെറും അപമാനമാണ് നിങ്ങൾ. നടപടി ഉണ്ടാവും സുരേന്ദ്ര. ദാ എന്തായത്? മിനിസ്റ്ററാണ് ഫോണിൽ. കളക്ടറോടൊന്ന് സംസാരിക്കണം. സർ, അത് പൊളിച്ചു മോളെ. ചിറ്റപ്പൻ കണ്ടോ പുലി പോലെ വന്നവളിപ്പോ പൂച്ചയാവുന്നത്? anyway sir, I'm seizing this ration shop. The next licensee will take over the shop tomorrow itself. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.